ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരയുവും ഷാരിയും രൂപയുടെ വീട്ടിലേക്കായിട്ട് വരുന്നുണ്ട്. അതേ സമയത്ത് യാമിനി ചെന്ന് വേഗം തന്നെ അവരോടായിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ചന്ദ്രസേനോടും രൂപയോടും കല്യാണിയോടും അതുപോലെ കിരണിനോടൊക്കെ അവര് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, ഞാൻ വാതിൽ തുറന്നിട്ടില്ല എന്നൊക്കെ യാമിനി പറയുമ്പോൾ രൂപയോടായിട്ട് ചന്ദ്രസേനൻ പറയുന്നുണ്ട്, രൂപ നീ പേടിക്കൊന്നും വേണ്ട, നീ എന്തായാലും അങ്ങോട്ട് ചെല്ല്, യാമിനിയുടെ കൂടെ വാതിൽ തുറന്നു കൊടുക്ക്, എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് നീ അവരെയും കൊണ്ട് പുറത്തേക്ക് പോവാൻ നോക്ക് എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന രൂപ പറയുന്നുണ്ട്, അവർ പോരും എൻ്റെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുറത്തേക്ക് അവർ പോകുന്നുണ്ട്. യാമിനിയും അതുപോലെ തന്നെ രൂപയും ബാക്കിയുള്ളവർ മുറിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം അവരങ്ങനെ പുറത്തേക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട് യാമിനി. അപ്പോൾ ആ സമയത്ത് എത്ര നേരമായിട്ട് ബെല്ലടിക്കണ്, എന്തെടുക്കായിരുന്നു ഇതുവരെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ യാമിനി അതിന് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. ഇതെന്തിനിങ്ങനെ അടിച്ചു പൊട്ടിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വളരെ ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം ഇവൾ അഹങ്കാരിയാണ് എന്നൊക്കെ രൂപയോട് പറഞ്ഞ സമയത്ത് എന്താ ആൻറ്റി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്, ആൻറ്റി ഒരു പുതുപ്പെണ്ണിനെ പോലെ നിൽക്കുന്നുണ്ടല്ലോ, എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുകയാണോ എന്ന് ഷാരി അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതേ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, നിങ്ങളും കൂടി വരേണ്ടതാണ്, സരയു കൺസ്ട്രക്ഷനിൽ ഒരു കല്യാണമാണ്, നിങ്ങളൊക്കെ അറിയും, എന്തായാലും നമുക്ക് ഒന്നിച്ച് പോയാലോ എന്ന് ചോദിക്കുകയാണ്. എങ്കിൽ അങ്ങനെ ആവട്ടെ, എന്തായാലും രൂപയ്ക്കൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തന്നെയാണെന്നൊക്കെ ഷാരി പറയുന്നുണ്ട്. അത് തന്നെയാണ് നല്ലത്, കാരണം ചിലപ്പോൾ ഇവളെയൊപ്പം ആക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ ഇവളെ കൊല്ലും എന്നൊക്കെ പറയാണ് യാമിനിയെ നോക്കിയിട്ട്. അപ്പോൾ യാമിനി പറയുന്നുണ്ട്, തിരിച്ച് സംഭവിക്കാതിരുന്നാൽ ഭാഗ്യമായി എന്നൊക്കെ യാമിനിയും പറയാണ്. എന്തായാലും വഴക്കൂടണ്ട വായു എന്ന് പറഞ്ഞിട്ട് അവർ 3 പേരും അങ്ങനെ കാറിൽ കയറി പോകുന്നുണ്ട്, രൂപയും അതുപോലെ തന്നെ ഷാരിയും സരയും. അതിനുശേഷമാണെങ്കിൽ അവരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിൽ സുഖിപ്പിക്കണ രീതിയിൽ പറയുകയാണ് സരയു രൂപയോടായിട്ട്, അതെ ആൻറ്റിയുടെ കൂടെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനുവിൻ്റെ കൂടെയോ എന്ന് രൂപ ചോദിക്കുന്ന സമയത്ത് അതെ മനുവേട്ടൻ്റെ കൂടെയും എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ സരയു പറയാണ്, പിന്നെ ഈ കളവിയുടെ കൂടെ യാത്ര ചെയ്യാൻ എനിക്ക് വളരെ ബോറാണ്, പിന്നെ സ്വത്തൊക്കെ കിട്ടുന്നവരെ എങ്ങനെയെങ്കിലൊക്കെ സുഖിപ്പിച്ച് അങ്ങനെ നിൽക്കണ്ടേ എന്നിങ്ങനെയൊക്കെ പറയാണെന്നുണ്ട് നമ്മുടെ മനസ്സിലിങ്ങനെ പറയാണ് സരയു. അതിനുശേഷം എന്തായാലും മനുവേട്ടൻ്റെ കാര്യമാണ് ആകെ കഷ്ടം. മനുവേട്ടന് ഇപ്പോൾ അച്ഛൻ്റെ അരികിലാണ്, അച്ഛന് എന്തൊക്കെയാണ് അവ ചെയ്തു കൂട്ടാൻ പോകുന്നത്, അപ്പം എന്ത് അച്ഛനെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛന് സുഖമില്ലാതിരിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നാൽ ഒരു ഡോക്ടറെ കാണിച്ചുകൂടി എന്ന് പറയാണ്. അതിന് അച്ഛൻ സമ്മതിക്കണ്ടേ, അച്ഛന് ഭ്രാന്തൊന്നും ഇല്ലെന്നല്ല അച്ഛൻ സ്വയം വിശ്വസിച്ച് പറഞ്ഞ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് സരയും. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്താറായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഷാരി. അപ്പോൾ ഇതിപ്പോൾ എത്തും, തിരുങ്കുടി പോയാൽ മതി എന്നൊക്കെ പറയുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ കാറ് ഫോളോ ചെയ്തുകൊണ്ട് ഒരു വെള്ളക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഇവരെ ഓവർടേക്ക് ചെയ്ത് ആ വെള്ളക്കാർ ഫ്രണ്ടിൽ നിർത്താണ്. അതിനുശേഷമാണെങ്കിൽ അതിൽ നിന്നും 1-2 ഗുണ്ടകൾ ഇറങ്ങിയിട്ട് കത്തിയും തോക്കൊക്കെ കാണിച്ചിട്ട് വേഗം തന്നെ ഷാരിയെയും അതുപോലെ തന്നെ സരയുവിനെയും ആ കാറിൽ നിന്നും ഭീഷണിപ്പെടുത്തി ഇറക്കുന്നുണ്ട്. രൂപയൊന്നും ചെയ്യുന്നില്ല, രൂപയെ കൂളായി തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. രൂപയ്ക്ക് മനസ്സിലായി എന്തായാലും കാര്യങ്ങളൊക്കെ ഇവര് ചന്ദ്രസേനന്റെ ഗുണ്ടകളാണ് എന്നുള്ളത്. ഷാരിയെയും സരയുനെയും അങ്ങനെ ഭീഷണിപ്പെടുത്തി അവർ വന്ന കാറിൽ വണ്ടിയിൽ കയറ്റുകയാണ്, ആ വെള്ള വണ്ടിയിൽ. അതേ സമയത്ത് രൂപയാണെങ്കിൽ വലിയ കൂളോട് കൂടി തന്നെ കൈ ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രൂപേ രക്ഷിക്ക് രൂപ എന്നൊക്കെ പറയുന്നുണ്ട് ഷാരി. പക്ഷേ അങ്ങനെ അവരെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് ആ വണ്ടി. അതിനുശേഷമാണെങ്കിൽ കാണിക്കുന്നത് എല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോയിട്ട് ഇനി എന്തായിട്ടുണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ ചന്ദ്രസേനനും അതുപോലെ തന്നെ നമ്മുടെ കിരണൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വരുന്നുണ്ട് രൂപ. അപ്പോൾ എന്തായി എന്ന് ചോദിക്കുകയാണ് വലിയ ആകാംക്ഷയോട് കൂടി കിരൺ. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് ചന്ദ്രേട്ടൻ്റെ ഗുണ്ടകൾ അവരെ കൊണ്ടുപോയി എന്ന് പറയുന്നു. അപ്പോൾ സേനനാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയായിരുന്നു. അത് ശരിയാണ്, എന്തായാലും ഇനിയിപ്പോൾ അവരെ കാര്യം അവർ നോക്കിക്കോളും, ഇന്ന് എന്തായാലും വിടില്ല, നാളെ രാവിലെ എന്തായാലും ഇനി വിടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് സ്ത്രീകളാണ്, അതുകൊണ്ട് അവരൊന്നും ചെയ്യരുത് എന്ന് രൂപ പറയുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളെയൊന്നും അവരൊന്നും ചെയ്യില്ല, രാവിലെ വരെ അങ്ങനെ അവർ മുറിപ്പൂട്ടിയിടും, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി അപ്പോൾ സോണിയോടായിട്ട് പറയുന്നുണ്ട്, സോണി മോളറിയാലോ അഗസ്റ്റിൻ അച്ചായൻ്റെ മോനുമായിട്ട് വിവാഹം ഉറപ്പിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ മോളുടെ കഴുത്തിൽ ഇതുപോലൊരു താലി വീഴും എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ആ വാക്കൊന്നും മാറ്റരുതിട്ടാ എന്ന് പറയുന്ന സമയത്ത് സോണി പറയുന്നുണ്ട്, അതെ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും എതിർത്താലും അഗസ്റ്റിൻ അച്ചായൻ്റെ മകൻ ആയിട്ട് ഞാൻ കല്യാണം കഴിക്കും, ആൽബി ആയിട്ട് ഞാൻ എന്തായാലും കല്യാണം കഴിക്കും, ആ താലി എൻ്റെ കഴുത്തിൽ എന്തായാലും ഭദ്രമായി കിടക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ കല്യാണിക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം അതും പറഞ്ഞ് നിങ്ങൾ ഇന്നത്തെ കാര്യം ഒന്നും ഉഴപ്പാൻ നിൽക്കണ്ട, നിങ്ങൾ എന്തായാലും
ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കുന്നത് പറയുമ്പോൾ കല്യാണിയും അതുപോലെ തന്നെ മനുവും അങ്ങനെ അവരെല്ലാവരും കളിയാക്കുന്നുണ്ട്. മണിയറയിലേക്ക് പൊക്കോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെ ഉന്തിത്തള്ളി മണിയറയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് അവരെല്ലാവരും. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രാഹുലും മനുവിനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ രാഹുലിനോടായിട്ട് മനു പറയാണ്, എന്താ നിങ്ങളുടെ ഭാര്യയും മകളെ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മനുവിനെ തരം കിട്ടിയോ ഒന്ന് കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് രാഹുൽ നിൽക്കുന്നത്. പക്ഷെ മനു ആണെങ്കിൽ അതിനേക്കാളും ബുദ്ധിമാനായതുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ. അങ്ങനെ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കത്തി എടുക്കുകയാണ് മനു. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെന്താണെന്ന് കണ്ടോ, എന്തായാലും എൻ്റെ ജീവൻ ആപത്താണെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ അവരെ പറഞ്ഞയച്ചിട്ട് ഏതെങ്കിലും ഗുണ്ടകളോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ വേഗം തന്നെ അവരെ തിരിച്ചയച്ചു എന്നൊക്കെ പറയാണ്. മനു പറയും, ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല വരാനായിട്ട് എന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട്. ഇത് എൻ്റെ ജീവന് ഭീഷണിയാവുന്നവരെ വക വരുത്താനാണ്, അതിപ്പോൾ നിങ്ങളെ നെഞ്ചത്തായാലും ഞാൻ കുത്തിയിറക്കും എന്നൊക്കെ മനു ഇങ്ങനെ ഭീഷണി സ്വരത്തിൽ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രാഹുൽ വിചാരിക്കുകയാണ്, എനിക്ക് യാതൊരു സമയമായിരുന്നെങ്കിൽ മറ്റേ കാല് വലിച്ച് വാരി ഞാൻ നിലത്തിട്ട് അടിച്ചേനെ എന്ന് പറയുന്നു. എനിക്ക് നിന്നെ അപകടപ്പെടുത്തണമെന്നൊന്നുമില്ല, നിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പറഞ്ഞയക്കണം, എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്കണം, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതെന്തായാലും സാധിക്കുന്നില്ലല്ലോ, നിങ്ങളുടെ പെങ്ങൾ നിങ്ങളെ കൈയൊഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനു. അതേ സമയത്ത് അതൊക്കെ എന്തായാലും ശരിയാവും എന്നുള്ള രീതിയിലൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പ്രകാശനെ കുടുംബത്തെയും കാണിക്കുന്നുണ്ട്. പ്രകാശൻ വിക്രാമൂമ്മ അങ്ങനെ ഇരിക്കുകയാണ് ഹാളിൽ. ആ സമയത്ത് എന്തായാലും മോനെ നീ വല്ലാത്തൊരു കുരുക്കിലാണ് വന്നു പെട്ടത്, എന്തായാലും ഇങ്ങനെ ഒരു ഭാര്യയെ നിനക്ക് വേണ്ട, നീ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യാൻ നോക്ക്, ഞങ്ങളുടെ കാര്യം വളരെ അവതാളത്തിലാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതേ സമയത്ത് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ റൂമിലാണെങ്കിൽ നിങ്ങൾ എന്ത് അടിയും വഴക്കാണോ രാത്രി സമയത്ത് എന്നൊക്കെ പ്രകാശൻ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്താ ഞങ്ങൾ അങ്ങനെ തല്ലും വഴക്കും ഇങ്ങനെ കേൾക്കാറ് വല്ലതുണ്ടോ ഒച്ച അല്ലെങ്കിൽ എന്ന് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല എന്നെങ്കിലും ചോദിച്ചതാണെന്ന് പറയുന്നു. ആ സമയത്ത് അങ്ങനെയൊന്നുമില്ല, അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു. അതേ സമയത്ത് തന്നെ അവിടേക്ക് ശരണ്യ വരികയാണ്. എന്താ ഇവിടെ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയാണ് അല്ല. അപ്പോൾ വിക്രം എഴുന്നേറ്റ് നിന്നിട്ട് ശരണ്യോട് പറയാണ്, നീ ഒരു കാര്യം ചെയ്യണം, ഇവർക്ക് ഇത്തിരി ബഹുമാനമൊക്കെ കൊടുക്കണം, അതുപോലെ തന്നെ ഇവരെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തൊന്നും ചെയ്യല്ലേ എന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്ത് വലിയ അധികാരത്തോടു കൂടി തന്നെയാണ് അങ്ങനെ പറയുന്നത്. അത് കേൾക്കുന്ന ശരണ്യ പറയുന്നുണ്ട്, എങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ജോലിക്കാരിയെ വെക്കാം, ഒരു 10-25,000 രൂപ കൊടുക്കണ രീതിയിലുള്ള ഒരു ജോലിക്കാരിയെ വെക്കാം എന്ന് പറയുമ്പോൾ ആ സമയത്ത് അമ്മൂമ്മയുടെ മനസ്സിൽ ലഡു പൊട്ടി എന്നുള്ള രീതിയിൽ അമ്മൂമ്മ പറയാണ്, അയ്യോ മോള് അത്രയും രൂപ ഒക്കെ വെച്ചിട്ട് ഒരാളെ നിർത്തണോ, എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടുത്തെ എല്ലാ പണിയും ഞാൻ ചെയ്തോളാം, ഇരുന്നിട്ടാ നിരങ്ങിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്ക് 25,000 ഒന്നും വേണ്ട, 10,000 രൂപയിൽ എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് ശരണ്യ പറയാണ്, നിങ്ങൾ ഇവിടുന്ന് 3 നേരം വെട്ടി വിഴുങ്ങുന്നില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഞാൻ പണം തരുന്നത്, നിങ്ങൾ മാത്രമല്ല അതേ നിങ്ങളുടെ ഈ മോനും നിങ്ങളുടെ ഈ പേരക്കിടാവും എല്ലാവരും വെട്ടി വിഴുങ്ങുന്നുണ്ട് 3 നേരം, പിന്നെ ഇവൻ എൻ്റെ ഭർത്താവ് ആയതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു ബാധ്യത തന്നെയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അത് വിക്രത്തിനോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. വിക്രം നിന്നെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും, പക്ഷേ നിന്റെ അച്ഛനെ അമ്മൂമ്മയുടെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കേട്ടോ എന്നിങ്ങനെ ശരണ്യ പറയുമ്പോൾ വിക്രാകെ പെട്ടുപോവുകയാണ്. അങ്ങനെ വിക്രം അവിടെ നിന്നും നമ്മുടെ ശരണ്യ അവിടെ നിന്നും പോകുന്ന സമയത്ത് വിക്രം അച്ഛനോട് അമ്മൂമ്മയോടായിട്ട് പറയുന്നുണ്ട്, അതെ എന്തായാലും ഇത്തിരി പ്രായക്കായില്ലേ, ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് ഒതുങ്ങി കൊടുക്ക്, തല ഒന്ന് താഴ്ത്തി കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രകാശന് ദേഷ്യം വരുന്നുണ്ട്. പ്രകാശൻ പറയുന്നത് എന്തോരെന്ന് വെച്ചിട്ട് എന്താ താഴ്ത്തി കൊടുക്കുക, നീ തന്നെ ഇതൊക്കെ പറയണം, തന്നെ രാജകുമാരനെ പോലെ വളർത്താൻ നോക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥക്ക് ഇങ്ങനെയായി, തന്നെയല്ല നീ ഇപ്പോൾ അവളുടെ മുന്നിൽ കൊഞ്ചു വളയുന്ന പോലെ വളഞ്ഞു നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു പ്രകാശൻ അങ്ങനെ വിക്രത്തിനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് അകത്തേക്ക് പോകുന്ന സമയത്ത് ശരണ്യ അവിടെ മറഞ്ഞു നിന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശരണ്യ പ്രകാശനെ മുന്നിലേക്ക് വന്നിട്ട് പറയാണ്, അതെ നിങ്ങൾ പറഞ്ഞതെല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടു, എന്തായാലും കൊഞ്ചു വളയുന്ന പോലെ അവൻ വളഞ്ഞ് എൻ്റെ മുന്നിൽ നിന്നില്ലെങ്കിൽ അവനോട് പറയും പാമ്പ് പൊളയുന്ന പോലെ അവനോട് പൊളയാൻ, അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ എത്രയും വേഗം തന്നെ ജയിലിലേക്ക് എത്തിക്കാം എന്നങ്ങനെ പ്രകാശനെ ഭീഷണിപ്പെടുത്തുന്ന ശരണ്യെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.